നമസ്കാരം. ഇത് നമ്മുടെ ഡേ 3 ആണ്. നമ്മളിപ്പോൾ LDC 2024 കൊല്ലം കണ്ണൂരിലെ പേപ്പർ ഡിസ്കഷനാണ്. 1 മുതൽ 10 വരെയുള്ള പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ച്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ റാങ്ക് വാങ്ങിച്ച ആൾക്കാരിൽ നിന്നും എനിക്ക് അറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ എത്രത്തോളം അതിൻ്റെ റിലേറ്റഡ് ചെയ്യുന്നോ അതിലാണ് നമ്മുടെ റാങ്ക് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരുപാട് റാങ്ക് ഫയൽ നോക്കി ഒരേ കാര്യം പഠിച്ചു പോയാലും അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമ്പോൾ നമ്മൾ അയ്യോ ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നത് എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ PYQ ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം PYQ ചെയ്യുക. നമ്മൾ എടുക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റെപ്പായാൽ പോലും അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ കൽബായ്ശാഖി, ബി ലൂ, ഓപ്ഷൻ സി വാണിജ്യക്കാറ്റുകൾ, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ലൂ ആണ് ആൻസർ വരുന്നത്. എന്താണ് ലൂ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത്? ലൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറ്റുണ്ട് അല്ലേ? കൽബായ്ശാഖി, ലൂ, മാംഗോ ഷവർ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ലൂ എന്താണ്? ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ വടക്കൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത്? ലൂ. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഉഷ്ണക്കാലത്ത് വീശുന്നതാണ്. എവിടുന്നാണ് വീശുന്നത്? രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശി എവിടെ? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാവുന്ന കാറ്റും എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ലൂ ആണ്. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ, അതായത് പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറെ വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ആൻസർ എന്ത് എഴുതണം? ലൂ എഴുതണം. അതായത് വടക്കേ ഇന്ത്യ, ഉത്തരേന്ത്യ ഇങ്ങനെയൊക്കെ കണ്ടാൽ, അതായത് പഞ്ചാബ് മുതൽ ബീഹാർ വരെ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ്, വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലൂ ആണ്. അതായത് ഡൽഹിക്കും പാട്നയ്ക്കും ഇടയിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഒരു തീവ്രത ലൂവിൻ്റെത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ലൂവിനെ പറ്റി ഇനി എങ്ങനെ വരാം? പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണവരണ്ട കാറ്റ് അങ്ങനെ ചോദിച്ചാലും ലൂ എഴുതണം. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ലൂ എഴുതണം. അപ്പോൾ ഇത്രയാണ് ലൂവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്കെന്താണ് കൽബായ്ശാഖി? അതായത് അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമായ കാറ്റാണ് എന്ത്? നോർത്ത് വെസ്റ്റർ എന്ന് പറയുന്നത്. എവിടെയാണ്? അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് നോർത്ത് വെസ്റ്റർ. അസാമിൽ ഇതിനെന്ത് പറയും? ബർദോളി ചീര എന്നറിയപ്പെടുന്ന കാറ്റാണ് എന്ത്? നോർത്ത് വെസ്റ്റർ. ഇത് വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നർത്ഥം വരുന്ന രീതിയിൽ കൽബായ്ശാഖി, നമ്മുടെ ഓപ്ഷനിൽ തന്നെ കൽബായ്ശാഖി എന്ന പ്രാദേശിക നാമത്തിൽ നിന്നും ഇവയുടെ വിനാശകരമായൊരു സ്വഭാവത്തിന് വ്യക്തമാണ്. അങ്ങനെയാണ് ആ പേര് വന്നത്. അർത്ഥം എന്താണ്? വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം. തേയില, ചണം, നെല്ല് എന്നിവയുടെ കൃഷിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തത് മാംഗോ ഷവർ. വേനലിൻ്റെ ലാസ്റ്റ് ഒരു അവസാന നാളുകളിൽ കേരളത്തിലും കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായിട്ടുള്ളൊരു വേനൽ മഴക്കാറ്റുകളാണെന്ത്? മാംഗോ ഷവർ അല്ലെങ്കിൽ മാമ്പഴക്കാറ്റ് എന്ന് പറയുന്നത്. മാങ്ങ പൊഴിക്കുന്നതിനും കാരണമാകുന്ന പ്രാദേശിക വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? മാംഗോ ഷവർ എന്ന് എഴുതണം. അപ്പോൾ ഇത്രയാണിത്. അല്ലാതെ നമുക്ക് കുറച്ച് കാറ്റുകളുണ്ട്. ചിനൂക്ക്, ഫൊണ്ണ്, ഹർമാറ്റൻ. ഇതൊക്കെ എന്താണെന്ന് നോക്കി വെക്കണം. ഈ ഫൊണ്ണ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക കാറ്റാണ് ഹർമാറ്റൻ. പിന്നെ പറയുന്നത് വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഇത്, ചിനൂക്ക്. അപ്പോൾ ഇങ്ങനെയും കുറച്ച് കാറ്റുകളുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ ഉണ്ട്, പാലക്കാട് ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, വയനാട് ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഏതാണ്? തൃശ്ശൂരാണ് ആൻസർ വരുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ അതാണ് തൃശ്ശൂർ പാലക്കാട് വരുന്ന കുതിരാൻ തുരങ്കം. ഏതാണ്? കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. അതിൽ ആദ്യത്തെ നിർമ്മാണം നടത്തിയ കമ്പനി എന്ന് പറയുന്നത്
പ്രകൃതി കൺസ്ട്രക്ഷനും രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഘട്ടം നടത്തിയത് ആരാണ്? KMC ഗ്രൂപ്പുമാണ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. പ്രകൃതി കൺസ്ട്രക്ഷൻ ആദ്യത്തെ ഘട്ടവും KMC ഗ്രൂപ്പ് അവസാന ഘട്ടവുമാണ്. തൃശ്ശൂർ ടു പാലക്കാടാണ്. പേരെന്താണ്? കുതിരാൻ തുരങ്കം. ഇതിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത ഏതാണ്? ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. തുരങ്കത്തിൻ്റെ ആകെ നീളം 955 മീറ്ററാണ്. ഈ തുരങ്കത്തിൻ്റെ പണി തുടങ്ങിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 2016. കുതിരാൻ തുരങ്കത്തിൻ്റെ തൃശ്ശൂരിലേക്കുള്ള ആദ്യ തുരങ്കം 2021 ജൂലൈ 31 തുറന്നത്. ഓക്കെ, തൃശ്ശൂരിലേക്കുള്ള ആദ്യ തുരങ്കം 2021 ജൂലൈ 31 പാലക്കാട് ഭാഗത്തേക്കുള്ള രണ്ടാമത്തെ തുരങ്കം 2022 ജനുവരി 20 തുറന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണലാണിത്. എന്താണ്? കേരളത്തിലെ ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണൽ ഏതാണെന്ന് ചോദിച്ചാലും കുതിരാൻ തുരങ്കം അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് തുരങ്കമാണ് വരുന്നത്. കേരളത്തിലെ എന്താണ്? ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണൽ ആണിത്. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ദേശീയപാത NH 544 544. ഇത്രയും മിസ്സാവരുത്, എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണ്? അതിൽ ഓപ്ഷൻ സി ആട്ടോ വരുന്നത്. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഇതാണ് വരുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1991 ഇന്ത്യയിലെ പേയ്മെൻറ്റ് ബാലൻസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ചില പ്രധാന നടപടികളിൽ പെട്ട ഒന്നാണ് എന്ത്? രൂപയുടെ മൂല്യച്യുതി. രൂപയുടെ മൂല്യച്യുതി എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ സർക്കാർ രൂപയുടെ മൂല്യം എന്ത് ചെയ്യുകയാണ് ഇവിടെ? കുറച്ചു. അതായത് എങ്ങനെ കുറച്ചത്? നമ്മുടെ കയറ്റുമതി, അതായത് ഇവിടുന്ന് കയറ്റുന്ന എക്സ്പോർട്ട് കൂട്ടി, എന്നാൽ വ്യാപാര ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനും പേയ്മെൻറ്റ് കമ്മി കുറയ്ക്കുന്നതിനും ഇറക്കുമതി ചെലവ് എന്ത് ചെയ്ത്? വർദ്ധിപ്പിച്ച്. അതാണ് എന്ത് പറയുന്നത്? രൂപയുടെ മൂല്യച്യുതി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സർക്കാർ ചെലവ് ചുരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്ഥാപന വായ്പ, വിദേശ നിക്ഷേപ പ്രോത്സാഹനം, മൂലധന വിപണി വികസനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ മോണിറ്ററിങ്, പണപരമായ നടപടികൾ, വ്യാപാര നയ പരിഷ്കാരങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട നടപടികളായിരുന്നു കേട്ടോ. ഇതെന്തായാലും ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് രൂപയുടെ മൂല്യച്യുതി? എങ്ങനെ? കയറ്റുമതി വർദ്ധിപ്പിച്ചു, വ്യാപാര ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനും പേയ്മെൻറ്റ് കമ്മി കുറയ്ക്കുന്നതിനും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണം എങ്ങനെ? ഉദാരവൽക്കരിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതിൽ വ്യാപാര തടസ്സങ്ങൾ ലഘൂകരിക്കുക, വ്യവസായങ്ങളുടെ നിയന്ത്രണം നീക്കുക, വിദേശ നിക്ഷേപം സ്വീകരിക്കുക, അതൊക്കെയാണ് അതിൽ വരുന്നത്. എന്തിൽ? സാമ്പത്തിക പരിഷ്കരണ നടപടികളിൽ. പിന്നെ സർക്കാർ എങ്ങനെയാണ് ചെലവ് ചുരുക്കുന്നത്? സർക്കാർ ചെലവ് കുറച്ചും വരുമാനം വർദ്ധിക്കുന്ന നടപടികൾ അവതരിപ്പിച്ചും ധനക്കമ്മി എന്ത് ചെയ്തിട്ടുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ അന്താരാഷ്ട്ര സ്ഥാപന വായ്പ എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പേയ്മെൻറ്റുകളും സുസ്ഥിരമാക്കുന്നതിന് IMF പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്ത്? സർക്കാർ സാമ്പത്തിക സഹായം തേടി. പിന്നെ വിദേശ നിക്ഷേപ പ്രോത്സാഹനം, അതായത് പേയ്മെൻറ്റ് കമ്മി എന്ത് ചെയ്യുക? നമുക്ക് പരിഹരിക്കണം. അതിന് നികുതി ആനുകൂല്യങ്ങൾ, ബ്യൂറോക്രസി കുറയ്ക്കൽ തുടങ്ങിയ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ മൂലധന വിപണി പറഞ്ഞു അല്ലേ? ഫണ്ടിങ് ലഭ്യത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപം സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? അസന്തുലിത അവസ്ഥ മുൻകൂട്ടി കാണുന്നതിന് പരിഹരിക്കുന്നതിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പണപ്പെരുപ്പവും ധനക്കമ്മിയും പോലുള്ള നിരീക്ഷണ സൂചകങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. പണപരമായ നടപടികൾ, അതായത് 1991 പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന നീക്കം എന്ന നിലയിൽ എന്താണ്? രൂപയുടെ മൂല്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അതായത് ഇന്ത്യ RBIയിൽ നിന്ന് ഏകദേശം ഒരു 47 ടൺ സ്വർണം വിദേശ കറൻസി ആവശ്യങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഈ എക്കണോമിക്സിലെ ഒരു ഏരിയ അല്ലേ 1991 ന്യൂ എക്കണോമിക് പോളിസി നന്നായിട്ട് വായിക്കണം. നമ്മളിങ്ങനെ ഒരു ക്ലാസ് ആയാലും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ റിലേറ്റഡ് ഫാക്റ്റ് ഇതാണ്. ഇതൊരു എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമുക്ക് കിട്ടും. ഇതിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ വായിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ട് വായിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഉൽപ്പാദനക്ഷമതയിലുള്ള വർധനവ് ഉണ്ടായിരുന്നിട്ടുണ്ടോ? യെസ്, ഉണ്ടായിട്ടുണ്ട്. വരുമാന വർധനവ് ഉണ്ട്. ഗ്രാമീണ അസമത്വം ഉണ്ടായിരുന്നോ? ഇല്ല. തൊഴിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വമാണ് വരുന്നത്. നമുക്ക് പഞ്ചവത്സര പദ്ധതിൻ്റെ ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, അതായത് 1ഉം 2ഉം ആണ് വരുന്നത്. എന്താ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻ രണ്ടാമത്തെ കാര്യം കുറഞ്ഞ വേതന നിരക്ക്. ഇത് രണ്ടുമായിരുന്നു എന്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ, ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലെത്താൻ കാര്യമായിട്ടുള്ളത്. അതായത് വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോട് കൂടിയ മനുഷ്യശേഷി വിഭവങ്ങളായിക്കോട്ടെ, കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ എന്ത് ചെയ്യും? പുറക്കരാർ പണിയിലൂടെ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ചത്. അതായത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന ഫലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു എന്ത്? പുറം പണിക്കാർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എക്കണോമിക്സ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടും. നമ്മൾ ഈ ഒരു കണ്ണൂർ കൊല്ലം LDC ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തൊരു ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ഇടും. അതായത് ഇതൊക്കെ നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു പോയാൽ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ആയാലും അതുപോലെ തന്നെ കുറഞ്ഞ വേതനം എല്ലാം മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസോ ചെറു കമ്പനീസൊക്കെ നമ്മുടെ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് നൽകുന്നുണ്ട് അവരെ കുറേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒരു 16 മുതൽ 20 വരെയുള്ളത് നമ്മൾ നാളെ ഡേ 4 ആണല്ലേ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.